ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി എടുക്കലിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്ന് നമ്മൾ രണ്ട് ഷോറൂം കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. റെനോയുടെയും പിന്നെ അതേപോലെ തന്നെ ടാറ്റയുടെ ഇവിയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിസാൻ റെനോ കൈഗറിന്റെ കൂടെ തന്നെ നിസാൻ മാഗ്നറ്റും കൂടി ഒന്ന് നോക്കാനുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ പോയത് റെനോയുടെ ഷോറൂമിലേക്കാണ്. റെനോയിൽ കൈഗർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കസിനായ അനുവോടിന്റെ അടുത്ത് ഓൾറെഡി കൈഗർ ഉണ്ടായിരുന്നു, ഓടിച്ചു, ഇഷ്ടപ്പെട്ടുള്ള വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ ടെക്നോ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. പുറത്ത് ട്രൈബർ കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. റെനോയുടെ ഷോറൂം വളരെ സൈലന്റ് ആയിരുന്നു, അധികം ആൾക്കാരൊന്നുമില്ല. അടുത്ത വർഷം പുതിയ ഡസ്റ്റർ വരുന്നതോടുകൂടി ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് തോന്നുന്നത്. റെനോയിൽ നിന്ന് കൊട്ടേഷനൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പിന്നെ പോയത് നേരെ ടൊയോട്ടയിലേക്കാണ്. അവിടെ നമുക്ക് ഗ്ലാൻസ നോക്കാനുണ്ട്. ഗ്ലാൻസയുടെ എസ് വേരിയന്റ് ആണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ തന്നെ നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. ടൊയോട്ട കയറിയ ശേഷം നമ്മൾ ഗ്ലാൻസയുടെ എസ് വേരിയന്റിന്റെയും അതേപോലെ ജി വേരിയന്റിന്റെയും കൊട്ടേഷനാണ് എടുത്തത്. ഇതും നമ്മൾ മാരുതിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനുണ്ട്. മാരുതിയുടെ ബലനുമായിട്ട് കമ്പയർ ചെയ്യാം, സെയിം വണ്ടി തന്നെയാണല്ലോ. അതിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. എല്ലാം കൂടി കൊട്ടേഷൻ എല്ലാം കൂടി കാണിച്ചിട്ട്. അടുത്തായിട്ട് പിന്നെ മാരുതിയിലേക്ക് കയറി. നെക്സയിലാണ് കയറിയത്. നെക്സയിൽ കയറിയിട്ട് അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ്, അവിടുത്തെ കൊട്ടേഷൻ പണ്ട് നമ്മൾ എടുത്തതായിരുന്നു. പണ്ട് എന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ നമ്മൾ എടുത്തതായിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും പ്രൈസ് ഡിഫറൻസ് വന്നോ എന്നുള്ളത് നോക്കാൻ വേണ്ടി കയറിയതാണ്. നെക്സ കുറച്ചുകൂടി ഒരു പ്രീമിയം ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. നെക്സയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ട്രൂ വാല്യൂയിലേക്കാണ്. അവിടെ പോയിട്ട് അവരുടെ ടെക്നീഷ്യൻ കണ്ടിട്ട് ആൾട്ടേക്ക് ഒരു വില പറയണമല്ലോ, എന്നിട്ട് എക്സ്ചേഞ്ച് ഓഫറും കൂടി പറയുന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം പോയത് നിസാനിലേക്കാണ്. നിസാനിൽ പോയിട്ട് മാഗ്നേറ്റ് ആണ് നോക്കേണ്ടത്. മാഗ്നേറ്റിന്റെ എൻ കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് നല്ലൊരു വാല്യൂ ഫോർ മണി ഓപ്ഷനാണ് ശരിക്കും. അവരുടെ 8,43,627 രൂപയാണ് അതിന് അവർ പറഞ്ഞിരിക്കുന്ന ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുള്ള വാല്യൂ. അവിടെ നിന്നും കൊട്ടേഷൻ എടുത്തു. നിസാൻ നല്ലൊരു ബ്രാൻഡാണ്, പക്ഷെ ഈ ഒരു മോഡൽ കൊണ്ട് മാത്രം അവർ എത്ര കാലം പിടിച്ചു നിൽക്കും? അതാണ് നമ്മളെപ്പോലുള്ള യൂസേഴ്സ് ആദ്യം നോക്കുന്നത്. ഫോർഡ് പോയതുപോലെ ഒരു ദിവസം അങ്ങോട്ട് നിസാനും പോയി കഴിഞ്ഞാൽ എടുത്തവൻ പെടും. അവസാനമായി കയറിയത് ഹ്യുണ്ടായിലാണ്. ഹ്യുണ്ടായിൽ പോയിട്ട് നമുക്ക് i20 ഉണ്ട്. i20യിലെ സ്പോർട്സ് ഓപ്ഷൻ അന്ന് നോക്കി വെച്ചതായിരുന്നു, അപ്പോൾ അതൊന്നുകൂടി നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാ ഷോറൂമിലും കയറിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ അനലൈസിംഗ് ആണ്. അനലൈസിംഗിൽ ഫസ്റ്റ് നമുക്ക് റെനോനെ നോക്കാം. റെനോ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ സർവീസ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും മേജർ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കോഴിക്കോടെ കൊണ്ടുപോകലാണ് പതിവ്. അപ്പം അത് ശീലമായതോടെ പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ കസിന്റെ വണ്ടിയാണെങ്കിലും അങ്ങനെ ചെറിയ ഇഷ്യൂസ് ആണെങ്കിലും അവരത് കോഴിക്കോടെ കൊണ്ടുപോയിട്ട് റെക്ടിഫൈ ചെയ്യാനാണ് പതിവ്. അപ്പം സർവീസിന് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട്, ഇപ്പോൾ വയനാട് പോലുള്ള ഒരു ഏരിയയിൽ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. അപ്പം 9,18,000 നല്ല വേരിയന്റ് ആയിരുന്നു, നല്ലൊരു മോഡലും ആയിരുന്നു, പക്ഷെ നമ്മളത് ഒഴിവാക്കുന്നു. ഇനി അടുത്തത് മാഗ്നേറ്റ് ആണ്. നമ്മുടെ കൈഗറിന്റെ സിബ്ലിംഗ് തന്നെയാണ്. അതും നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. 8,43,000 നല്ലൊരു ഓഫറാണ് ആ ഒരു വണ്ടി തരുന്നത്. നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള 1.2 നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് അതിലുള്ളത്. മൈലേജ് ഏകദേശം 19 ലിറ്ററിന്റെ അടുത്ത്, 19 കിലോമീറ്റർ പെർ ലിറ്ററിന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് അതിനും ഇതേപോലെ തന്നെ സർവീസ് സെന്റേഴ്സ് ഇവിടെ ഇല്ല, വയനാട്ടിലില്ല. സോ ഇപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് സർവീസിന് പോകണം എന്നുള്ളത് ആലോചിക്കാനേ പറ്റത്തില്ല. പിന്നെ വരുന്നത് നമ്മുടെ ബലനോ ആണ്. ബലനോ ഞാൻ ഇപ്രാവശ്യം പോയിട്ട് എടുത്തപ്പോൾ സീറ്റ വേരിയന്റ് ആണ് എടുത്തത്. സീറ്റ വേരിയന്റ് ഏകദേശം 9,03,063 രൂപ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ പോലെയല്ല, കുറച്ചുകൂടി പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ടൊയോട്ടയാണ്. ടൊയോട്ട ഗ്ലാൻസയാണ്. ഗ്ലാൻസയ്ക്ക് നമ്മൾ ഇത് പറഞ്ഞ പോലെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ജി വേരിയന്റിന് ഏകദേശം 9,94,229 രൂപ പറയുന്നുണ്ട്. അതിൽ ക്യാഷ് ഓഫർ കഴിച്ചു കഴിഞ്ഞ് 20,000 രൂപ ക്യാഷ് ഓഫർ കഴിച്ചു കഴിഞ്ഞാലും 9,74,429 വീണ്ടും ഉണ്ടാകും. അപ്പൊ അതിൽ എക്സ്റ്റൻഡ് വാറന്റിയും സ്മൈൽസും നമുക്ക്, സ്മൈൽസ് എന്ന് പറഞ്ഞാൽ അവരൊരു പാക്കേജ് ആണ്. ആ പാക്കേജിൽ ഓയിൽ സർവീസ് അതേപോലെ തന്നെ ലേബർ ചാർജ് ഇതൊക്കെ ഒഴിവാകുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ 13,500 വീണ്ടും കുറയും. പിന്നെ എക്സ്റ്റൻഡ് വാറന്റി അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അതും 13,696 രൂപ വീണ്ടും കുറയും. അപ്പം എല്ലാം കൂടി കുറച്ച് കഴിഞ്ഞാലും ഏകദേശം 9,47,633 രൂപ അവിടെ കിടക്കും. അതായത് ഓൺ റോഡ് പ്രൈസ് ആകും. പക്ഷെ അത് സീറ്റ വേരിയന്റ് ആണെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട്, അതായത് അവരുടെ മാരുതിയുടെ എക്സ്റ്റൻഡ് വാറന്റി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അവർക്ക് 9,30,363 രൂപയ്ക്ക് പരിപാടി കഴിയും. ഇതിൽ വേരിയന്റ് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 43,000 രൂപേന്റെ ഡിഫറൻസ് തന്നെ വരുന്നുണ്ട്. ഒരേ വണ്ടി തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ബ്രാൻഡിലും. ഇപ്പൊ ടൊയോട്ടനെ ഇഷ്ടപ്പെടുന്നവരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതായത് ബ്രാൻഡ് വാല്യൂവിൽ ഇഷ്ടപ്പെടുന്നവർ, പിന്നെ അതായത് പ്രീമിയം ക്ലാസ്
പിന്നെ അവരുടെ സർവീസ് പ്രീമിയം ആണ് എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള സംഭവം സെയിം തന്നെയല്ലേ. അപ്പം ഒരു വണ്ടിക്ക് തന്നെ രണ്ട് വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏകദേശം ഈ പറഞ്ഞ പോലെ 43,000 രൂപ ഡിഫറൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് വെച്ചാൽ 43,000 എന്ന് പറയാൻ പറ്റില്ല, കാരണം 17,000 രൂപ വീണ്ടും നമുക്ക് എക്സ്റ്റൻഡ് വാറന്റി ആവശ്യമില്ല മാരുതി എന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിവാക്കാം. അപ്പൊ 8,90,000 അടുത്തേക്ക് ഇതിന്റെ വാല്യൂസ് വരുന്നതാണ്. അപ്പം ഏകദേശം 50,000 രൂപേന്റെ അടുത്ത് ഡിഫറൻസ് തന്നെ വരുന്നുണ്ട് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് നമ്മൾ കയറിയത് ഹ്യുണ്ടായിലാണ്. ഹ്യുണ്ടായിൽ i20 സ്പോർട്സ് മാനുവൽ ട്രാൻസ്മിഷന്റെ റേറ്റ് ആണ് എടുത്തത്. ഏകദേശം 8,84,532 രൂപയാണ് അവർ കോട്ട് ചെയ്ത് തന്നത്. ഇതിലിപ്പോ വേറെ കുറെ ഓപ്ഷൻസ് ഇനിയും ഉണ്ട്. സ്കോഡയുടെ കൈലാക്ക് ഉണ്ട്, പിന്നെ സിട്രോൺ C3 ഉണ്ട്, പിന്നെ EV ഞാൻ എന്തായാലും ഇപ്പൊ നോക്കുന്നില്ല, അതുകൊണ്ട് ടാറ്റയോ അല്ലെങ്കിൽ MG-യിലേക്കോ കടക്കുന്നില്ല. പിന്നെ ടാറ്റയിൽ തന്നെ ആൾട്രോസ് ഉണ്ട്, പക്ഷെ ഓൾറെഡി നെക്സോൺ യൂസ് ചെയ്തിട്ട് അതിന്റെ സർവീസ് എക്സ്പീരിയൻസ് എന്നെ വളരെയധികം മോശമായിട്ടാണ് എത്തിച്ചതുകൊണ്ട് ഞാൻ ടാറ്റ എന്ന ബ്രാൻഡിലേക്ക് തന്നെ ഇപ്പൊ പോകുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത കൺസേൺ വെച്ച് കഴിഞ്ഞാൽ ആൾട്ടോ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പൊ ആൾട്ടോയ്ക്ക് മാക്സിമം ആരാ പ്രൈസ് കൂടുതൽ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മൾ നെക്സയിൽ പോയി, അതേപോലെ തന്നെ നെക്സയിൽ പോയ ശേഷം ട്രൂ വാല്യൂ പോയിട്ട് വാല്യൂ അന്വേഷിച്ചു. അവര് 2,60,000 രൂപ പറഞ്ഞു. 2,60,000 രൂപ 2021 മോഡൽ ആൾട്ടോ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനാണ് അവർ 2,60,000 പറഞ്ഞത്. 2,60,000 രൂപ ട്രൂ വാല്യൂക്ക് നല്ല വാല്യൂ ആയിരിക്കും, പക്ഷേ ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ എനിക്ക് എന്തായാലും നല്ല വാല്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 2 മാസം മുന്നേ തന്നെ 2,40,000 രൂപയ്ക്കാണ് 2017 മോഡൽ ആൾട്ടോ 800 50,000 കിലോമീറ്റർ ഓടി എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെ വണ്ടിക്ക് വളരെ വാല്യൂ കുറച്ചാണ് അവർ തന്നിരിക്കുന്നത്. അത് നിസാനിൽ ചോദിച്ചപ്പോൾ ഏകദേശം 2,70,000 2,80,000 ഉള്ളിൽ തരാമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ റെനോയിലും അതേ വാല്യൂ തന്നെയാണ് പറഞ്ഞത്. ഹ്യുണ്ടായാണ് എന്നെ ഞെട്ടിച്ചത്. അവര് ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ഓഫർ അടക്കം 3,30,000 രൂപ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ എവിടെയും നോക്കിയില്ല. കാരണം മാരുതിയും പിന്നെ അതേപോലെ തന്നെ ഇവരും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 70,000 രൂപയുടെ ഡിഫറൻസ് തന്നെ നമുക്ക് പഴയ വണ്ടിക്ക് ട്രൂ വാല്യൂയിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ ഹ്യുണ്ടായിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനലൈസ് ചെയ്ത ലിസ്റ്റിൽ വരുന്നത് i20യും പിന്നെ അതേപോലെ തന്നെ ബെലനോ ആയിരുന്നു. അപ്പോൾ ബെലനോയ്ക്ക് സീറ്റ വേരിയന്റും പിന്നെ അതേപോലെ തന്നെ i20ക്ക് സ്പോർട്സ് വേരിയന്റും രണ്ടും തമ്മിൽ ഏകദേശം 20,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ബെലനോ സീറ്റയ്ക്കാണ് വില കൂടുതൽ. പക്ഷേ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് നമ്മുടെ ഹ്യുണ്ടായിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഹ്യുണ്ടായിൽ ഞാനിപ്പം അവരെ ബ്രോഷറൊക്കെ നോക്കി. അപ്പോൾ ഓരോ മാസങ്ങളിലും അവർക്ക് ഓരോരോ ചേഞ്ചസ് വരാറുണ്ട്. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണുള്ളത്. ഇതുവരെ അവർക്ക് കീ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പോൾ കീലെസ് എൻട്രി ആക്കിയിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അവർ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് അവർ ഓരോ മാസം ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ പുതിയ ഹ്യുണ്ടായി വെന്യൂ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. നവംബർ 4-ാം തീയതിയാണ് അതിന്റെ ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ ഇറങ്ങുന്നത്. അപ്പൊ അതിനും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ഹ്യുണ്ടായിൽ വണ്ടി കൊടുത്തിട്ട് ഹ്യുണ്ടായി വണ്ടി തന്നെ എടുക്കാനാണ് അവസാനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഡെയിലി ഓട്ടോ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ആഴ്ചയിൽ 400 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഓട്ടോ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡീസൽ വേരിയന്റും കൂടി നോക്കാനുണ്ട്. അതായത് വെന്യൂവിന്റെ HX പറഞ്ഞിട്ടൊരു വേരിയന്റ് ഉണ്ട്. ഏകദേശം 10,50,000 തൊട്ട് 11 ലക്ഷം വരെയാണ് അതിന്റെ വേരിയൻസ് ഇപ്പൊ റേറ്റ് കാണിച്ചിരിക്കുന്നത് ഓൺ റോഡ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഫൈനലൈസ് ചെയ്യുന്നത് ഈ അടുത്ത മാസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. GST ബെനിഫിറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ കുറെ പേരൊക്കെ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടെന്ന് അറിയാം. സോ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഷോറൂമിലും കയറുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഓരോ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നോക്കുക. നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായിട്ടുള്ള വണ്ടികൾ മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണുകൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് പുതിയതായി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ആൻഡ് പുതിയ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പുതിയ വണ്ടി എടുത്ത ശേഷം അതിന്റെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനും ബാക്കി കാര്യങ്ങളും കൂടിയായിരിക്കും. ഓക്കെ, ബൈ.